ഫെബ്രുവരിയാണ്, വാലന്റൈൻസ് വീക്കാണ്. ഈ ആഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുക 2 നല്ല സിനിമകളുണ്ട്. അതിലൊന്ന് തിയേറ്ററിൽ റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയതും അധികം ആരും പറഞ്ഞ് കേൾക്കാത്തതുമായിട്ടൊരു പടം. വലിയ പ്രൊമോഷനൊന്നും ഇല്ലാതെന്ന് തോന്നുന്നു. വിത്ത് ലവ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. റാൻഡംലി പോയി കണ്ടു നോക്കിയതാണ്. ഒരു പ്രതീക്ഷയില്ലാതെ ആരോ ഒന്ന് കണ്ട 1, 2 പേര് കുഴപ്പമില്ലാന്ന് പറഞ്ഞത് കേട്ട് കണ്ടതാണ്. പക്ഷെ നല്ല പടം. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവർ നമ്മുടെ 96ഉം പിന്നെ മുതൽ നീ മുടിവ് നീക്കുണ്ട്. നമ്മുടെ OTTയിൽ ഇറങ്ങിയൊരു പടം ഉണ്ടായിരുന്നു. OTTയിലും അത് തിയേറ്ററിൽ ഞാൻ C5 എന്തോ ഒരു കണ്ട പടമാണ് പണ്ട്. അതേ വൈബുള്ളൊരു പടം. എനിക്ക് പേഴ്സണലി ആ സാധനം ഭയങ്കരമായിട്ട് വർക്കായി. ഒരു ഒരു 90സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സാധനമാണ്. സോ ഈ സിനിമയുടെ ആ ഒരു പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്കൂൾ ലൈഫ്, ആ ഒരു സ്കൂൾ ലൈഫിലെ പ്രേമം ഇതൊക്കെയാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നതെങ്കിലും അതിന് നൊസ്റ്റാൾജിയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇവർ കൊണ്ടുവരുത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ ഡേറ്റ് ചെയ്യുന്ന മാട്രിമോണി വഴി ഡേറ്റ് ചെയ്യുന്ന റാൻഡംലി കണ്ടുമുട്ടിയ 2 പേര്. അവർ പണ്ട് സ്കൂളിലൊപ്പം പഠിച്ചവരാണ്. ഒരേ ക്ലാസ്സിലല്ല. ഇപ്പോൾ ജൂനിയറും സീനിയറായിട്ട് പഠിച്ചവരാണ്. അവർക്ക് 2 പേർക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരു ലവ് സ്റ്റോറി അന്നേ ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്. പക്ഷേ അന്ന് തൊട്ടേ ആ ലവ് സ്റ്റോറിയിൽ ഇവർ 2 പേരുടെ ലൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർട്വിൻഡ് ആണ്, ഇന്റർലിങ്ക്ഡ് ആണ്. സോ പ്രസന്റ്ലി കണ്ടുമുട്ടി ഈ 2 പേരുടെ ആ ഒരു ലവ് സ്റ്റോറി എന്തായിരുന്നു? എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുക? ഇനി ഇവരുടെ ലൈഫിൽ എന്താണ് നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. ആൻഡ് ഇറ്റ്സ് സോ എൻഗേജിങ്. ഈ കോൺസെപ്റ്റ് നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ സാധാരണ കാണിക്കുന്ന പോലെ പഴയ ലവ് സ്റ്റോറി മാത്രമാണ് കാണിക്കുന്നതെങ്കിലും ഒരുപാട് സിനിമകൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ പ്ലോട്ട് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ച് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. ഒന്ന് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് അനശ്വരയും പിന്നെ നമ്മുടെ ടൂറിസ്റ്റ് ഫാമിലി സിനിമയില്ലേ അതിലെ ഡയറക്ടറാണ്. ആ സിനിമയിൽ തന്നെ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് അവരുടെ വീട്ടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പയ്യനായിട്ട് നമ്മൾ കാണാറുണ്ട്. ആ ചെറിയൊരു ക്യാമിയോ റോൾ പോലെ തമ്പി സാപ്പിട്ടയാന്ന് പറഞ്ഞ് ചോദിക്കില്ലേ മൂപ്പര്. ആ ആ ഒരു ക്യാരക്ടർ. പക്ഷേ ഇതിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു മെയിൻ ലീഡ് ക്യാരക്ടറായിട്ട് തന്നെ മൂപ്പര് വന്നിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ട് മൂപ്പര് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ എങ്ങനെയാണോ പ്രദീപ് രംഗനാഥനൊക്കെ ഇതേപോലെ ഡയറക്ടറായിട്ട്, ആക്ടറായിട്ട് അതേപോലെ തന്നെ ഉള്ളൊരു മോഡ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഈ മൂപ്പരുടെ ഈ ഒരു പടത്തിൽ കാണാൻ പറ്റും. ആൻഡ് ആ സിനിമയുടെ AD ആയിട്ടെന്തോ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടെന്തോ വർക്ക് ചെയ്ത ആളാണ് ഈ സിനിമയുടെ ഡയറക്ടർ. നമ്മൾ ഓൾറെഡി നമ്മുടെ ലവ്വർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ആ പടത്തിൻ്റെ ഡയറക്ടറാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. അവരുടെ ആ ഒരു ടീം പ്രോപ്പറായിട്ട് വർക്കായിട്ടുണ്ട്. അവരുടെ ആ ഒരു വിഷൻ എന്തായിരുന്നു എന്നുള്ളത് പ്രോപ്പറായിട്ട് അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു 90സ് കാലത്തിലേക്കൊക്കെ സിനിമ പോകുമ്പോൾ അത് ഞാൻ വിചാരിച്ച സിനിമയിൽ ഒരു പോർഷൻ മാത്രമേ കാണിക്കുള്ളൂ എന്നുള്ളൂ. ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു മെയിൽ പെർസ്പെക്റ്റീവ് കാണിക്കും. അത് കഴിഞ്ഞ് ഫീമെയിൽ പെർസ്പെക്റ്റീവ് കാണിക്കും. ദെൻ ഇത് എല്ലാം കൂടി മിങ്കിൾ ചെയ്ത് ഇടയിലാണ് ഈ സാധനം വന്നു പോകുക. അല്ലാണ്ട് ഇപ്പോൾ ഒരു പോർഷൻ മാത്രം കാണിച്ചിട്ട് പിന്നെ ഫുൾ ഇതിലേക്കല്ല. സോ അതുകൊണ്ട് സിനിമ കംപ്ലീറ്റ്ലി ഭയങ്കര എൻഗേജിങ് ആയിട്ടും നല്ല ഫ്രഷ് ആയിട്ടും ഒരുപാട് നൊസ്റ്റാൾജി തരുന്ന സീക്വൻസുകളൊക്കെ ആയിട്ട് ഫില്ലായിട്ടാണ് ഈ സിനിമ ഇങ്ങനെ കംപ്ലീറ്റ്ലി പോവുക. ആൻഡ് ഇവരുടെ 2 പേരുടെ കെമിസ്ട്രി, ഓൺ സ്ക്രീൻ കെമിസ്ട്രിയും പെർഫോമൻസ് എല്ലാം ഗംഭീരമായിരുന്നു. സോ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് നല്ലൊരു വാച്ച് തന്നെയാണ്. നല്ല ഒരു ഒന്നും പ്രതീക്ഷിക്കാതെ പോയി കണ്ട സാധനം നല്ലൊരു ഔട്ട്പുട്ട് തരുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. കാരണം വലിയ പ്രൊമോഷനോ വലിയ കാര്യങ്ങളൊന്നും ഞാൻ എവിടെയും കേട്ടില്ല. ഇപ്പോൾ തമിഴിൽ നിന്ന് റീസെൻ്റ്ലി പുറത്തിറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു പടമായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ലവ് സ്റ്റോറീസ് അധികം അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് ഈ സാധനം വർക്കായി. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ക്രിഞ്ച് ഫെസ്റ്റ് നടത്താതെ അങ്ങനെ വേണമെങ്കിൽ ഇവർക്ക് മാറ്റായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലാതെ നല്ല നീറ്റായിട്ട് ഇവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതേപോലെ വേറൊരു പടം ഞാൻ കണ്ടത് അത് OTT പടം. ഇത് ഈ പറഞ്ഞത് തിയേറ്ററിലാണ്. തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കും. ഒരു തിയേറ്റർ വെച്ച് ഡിമാൻഡ് ചെയ്തൊരു പടം കൂടിയാണ്. നിങ്ങളെ കപ്പിളിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പടമാണ് ഈ വിത്ത് ലവ്. തിയേറ്ററിലുണ്ട്. തീർച്ചയായിട്ടും മിസ്സാക്കരുത്. തമിഴ് മാത്രമേ ഉള്ളൂ. തമിഴ് മാത്രമേ ഉണ്ടാവുള്ളൂ. തമിഴ് പടമാണ്. കണ്ടു നോക്കുക. നല്ലൊരു വാച്ച് തന്നെയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ദെൻ സോറ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. വൈഫ് ഫ്രം ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു ഓൾറെഡി കുറച്ച് മാസം മുമ്പ് പുറത്തിറങ്ങിയ ഒരു പടമാണ്. ഇപ്പോൾ ഇത് OTTയിൽ അല്ലെങ്കിൽ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ OTTയിലാണ് കണ്ടത്. ഇതൊരു ഇന്തോനേഷ്യൻ റൊമാൻറ്റിക് പടമാണ്. ഒരു സൈഫൈ റൊമാൻറ്റിക് പടമാണ്. മറ്റേതൊരു റോം കോം ആയിരുന്നെങ്കിൽ ഇതിൽ സൈഫൈ എന്നൊരു എലമെൻറ്റ് വന്നത് കൊണ്ടാണ് ഈ സിനിമ കാണാനൊരു ആകാംക്ഷ തന്നെ. വൺ ലൈൻ അല്ലെങ്കിൽ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് വൈഫ് ഫ്രം ഫ്യൂച്ചർ. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. ഒരു ദിവസം ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വേറെ ഏതൊരു റാൻഡംലി ഒരു പെൺകുട്ടി. മൂപ്പർക്ക് ആരാന്നറിയില്ല. മൂപ്പര് ടെൻഷനാകും. ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് സോറെ, ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നത് എൻ്റെ വൈഫാണെന്ന് പറയും. സോ അപ്പം തന്നെ കിളി പോകും മൂപ്പരുടെ. സോ ഇതാരാണ്, എന്താണ് ഈ ഒരു വന്ന ആളുടെ മോട്ടീവ് എന്നുള്ളതൊക്കെയാണ് സിനിമ ചർച്ച ചെയ്തു പോകും. ആക്ച്വലി ഫ്യൂച്ചറിൽ നിന്നൊരു സാധനം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ സൈഫ് എന്നൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ടൈം ട്രാവൽ അല്ല,
ഒരു ടൈം ലൂപ്പ് കോൺസെപ്റ്റാണ്. പക്ഷേ ആ കോൺസെപ്റ്റിനെ വളരെ നന്നായിട്ട് ഇവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമോഷൻസും ആ ഒരു റിലേഷൻഷിപ്പൊക്കെ പ്രോപ്പറായിട്ട് കാണിക്കാനും ആ ഒരു ക്യാരക്ടറിന് പർട്ടിക്കുലർ മോട്ടീവ് ഉണ്ട്. സിനിമയുടെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴേ അത് നമുക്ക് റിവീൽ ചെയ്ത് തരുള്ളൂ. സോ അതെന്താണെന്ന് ആ ഒരു ക്യാരക്ടറും നമ്മളും ഒരേപോലെ മനസ്സിലാക്കി എടുത്ത് റെക്കഗ്നൈസ് ചെയ്ത് പോകുന്ന പരിപാടിയാണ് ഈ സിനിമ മുഴുവനായിട്ട്. അതിപ്പോൾ ഈ ലൂപ്പ് എന്താ നടക്കണെന്നുള്ളത് ആക്ച്വലി വന്ന വ്യക്തിക്ക് പോലും അറിയില്ല. സോ ആ ആളത് കണ്ടുപിടിക്കാൻ ഈ ഹസ്ബൻഡിൻ്റെ ലൈഫിൽ എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഇയാൾക്ക് വരുത്താൻ പറ്റുക, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, എന്തൊക്കെ ചെയ്താൽ ആളുടെ കൂടെ തന്നെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള രീതിയിലുള്ള സാധനമാണ്. സോ അതിൻ്റെ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് വിധവും സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റും എല്ലാം തന്നെ നന്നായിട്ട് വർക്കായി എനിക്ക് പേഴ്സണലി. ഒട്ടും വലിപ്പിക്കലൊന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് നല്ല എൻഗേജിംഗ് ആയിട്ട് ഇവർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു സൈഫൈ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആ രീതിയിലുള്ള കോൺസെപ്റ്റ് ഒന്നും അല്ല. നിങ്ങൾ ഈ ലൂപ്പ് എങ്ങനെ നടക്കണം എന്നുള്ള എക്സ്പ്ലനേഷൻ അതൊന്നുമില്ല സിനിമയിൽ. സിനിമ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. സിനിമ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കോർ ഇമോഷൻസ് ആണ്. അത് പക്ഷേ ഇങ്ങനെ ഒരു കോൺസെപ്റ്റും കൂടി എടുത്തിട്ട് നല്ല നീറ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് അവർക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ 2 പടം എന്നെ സംബന്ധിച്ച് ഞാൻ 2 അടുപ്പിച്ചാണ് കണ്ടത്. ഒന്ന് തിയേറ്ററിലും ഒന്ന് OTTയിലും. രണ്ടും എനിക്ക് പ്രോപ്പർലി വർക്കായി. എനിക്ക് പേഴ്സണലി എനിക്ക് റൊമാൻറ്റിക് പടങ്ങൾ എൻ്റെ ടേസ്റ്റാണ്. എനിക്ക് അധികം അങ്ങനെ പറ്റൂല. ഞാൻ കൂടുതൽ ആക്ഷൻ പാക്കഡോ അല്ലെങ്കിൽ സൈഫി, ഫാൻറ്റസി ആ മോഡലുള്ള സാധനങ്ങളാണ് കാണുക. വല്ലപ്പോഴൊക്കെ എനിക്ക് റൊമാൻറ്റിക് പടങ്ങൾ ഇഷ്ടപ്പെടുക. എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഇത് രണ്ടെണ്ണം ഇഷ്ടമായി. ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് പറ്റില്ല എന്നാണ്, പക്ഷേ ഇതെനിക്ക് ഇഷ്ടമായി. ഈ വാലന്റൈൻസ് ഡേക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല 2 പടങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ തിയേറ്ററിലുണ്ട്, ഒന്ന് ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഒന്ന് ഇന്തോനേഷ്യൻ പടമാണ് ഈ പറഞ്ഞ സോറെ. അത് ആ ഭാഷയിൽ തന്നെ ഉള്ളൂ. നിങ്ങൾ ആ സബ്ടൈറ്റിൽ ഇട്ട് കാണണം, ഇംഗ്ലീഷൊക്കെ ഇട്ടിട്ട്. സോ 2 പടങ്ങളും കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം, കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തിയേറ്ററിലും ഒന്ന് ഡിജിറ്റലി കണ്ടുപോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.